ഒരു ചെറുപ്പക്കാരൻ മൻസൂർ തങ്ങളെ മുന്നിലെത്തിയപ്പോൾ ആ ചെറുപ്പക്കാരനോട് മഹാനവറുകൾ പറഞ്ഞു, അന്ത ശഖിയും, നീ പരാജിതനാണ്. ആ ചെറുപ്പക്കാരൻ വല്ലാതെ സങ്കടപ്പെട്ടു, പൊട്ടിക്കരഞ്ഞു. ഒരുപാട് നേരം ആ സദസ്സിൽ ഇങ്ങനെ പങ്കെടുത്തു. ഒരു മാറ്റവുമില്ല. മൻസൂർ തങ്ങൾ അയാളോട് ഒന്നും പറഞ്ഞില്ല. അന്ന് റിഫാഴി ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിച്ചിരിപ്പുണ്ട്. നേരം വെളുത്തപ്പോൾ ആ സഹോദരൻ, ആ ചെറുപ്പക്കാരൻ അഹ്മദുൽ കബീർ റിഫാഴി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് അങ്ങ് ചെന്നു. പൊട്ടിക്കരഞ്ഞ് അവിടുത്തെ മുന്നിലങ്ങ് നിന്നപ്പോൾ റിഫായി ശൈഖ് തങ്ങളതാ അന്തരീക്ഷത്തിൽ ആ മോൻ്റെ നെറ്റിയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ കൈപൊക്കിയിട്ട് മായ്ക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, മോനെ, നീ ശഖിയായിരുന്നു, അൻത സഈദ്. ആ പരാജയം ഞാൻ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നിന്നെ ഞാൻ സഈദ് എന്ന പദവിയിലേക്ക് റബ്ബിനോട് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ വിജയിച്ചിട്ടുണ്ട്, തിരിച്ചു പോയിക്കോ. ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു വഴിയിൽ നമ്മൾ സഈദ് എന്ന സീറ്റ് ഉറപ്പിക്കാൻ നമ്മൾ നല്ല ശ്രമങ്ങൾ നടത്തണം. അതിനു വേണ്ടിയാകണം ലൈലത്തുൽ ഖദർ. ഖദറിന്റെ രാത്രി എല്ലാ തീരുമാനങ്ങളും അല്ലാഹ് പാസാക്കുന്ന രാത്രിയാണ്. അള്ളാന്റെ തീരുമാനം നടക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി കേട്ടോ. സാധാരണ ഉറങ്ങിക്കളിയുന്നത് പോലെ ഉറങ്ങണ്ട. അല്ലാഹ്, നീ എൻ്റെ പേര് പരാജിതരുടെ ലിസ്റ്റിലാണ് എഴുതിയതെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് വെട്ടിയിട്ട് സഈദുകളുടെ ലിസ്റ്റിൽ എൻ്റെ പേര് എഴുതണം എന്ന് ഇന്നത്തെ രാത്രി മനസ്സുരുകിയിട്ട് റബ്ബിനോട് പറഞ്ഞു. അങ്ങനെ സഈദായിട്ട് നമ്മളെ അല്ലാഹ് തീരുമാനിക്കാൻ ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ. ഇന്നത്തെ 27-ാം രാവിലെ തങ്ങളെ പേരിൽ 1000 സ്വലാത്ത് ചൊല്ലണം, മറക്കണ്ട. ഓരോ സ്വലാത്തും ചൊല്ലിത്തീരുമ്പോ തങ്ങളോട് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ ആ ആവശ്യങ്ങളൊക്കെ പറഞ്ഞോ. മുഹയ്യിദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, എനിക്ക് ഏത് ആവശ്യം നേടേണ്ടി വന്നാലും നയിലെ ചക്രവർത്തിയോടാണ്, തങ്ങളോട് പറയാതെ ഞാൻ റബ്ബിലേക്ക് കരങ്ങൾ മലർത്തിയിട്ടില്ല. ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. ഖദറിന്റെ രാത്രിയിൽ നമ്മുടെ പാപം പൊറുക്കപ്പെടണോ? മദീനയിലെ മുത്തായ തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പാപം പൊറുക്കപ്പെടണേ നബിയേ, എനിക്കൊന്ന് റെക്കമെൻഡ് ചെയ്യണേ നബിയേ. സ്വലാത്ത് ചൊല്ലിയിട്ട് മദീനയിലെ രാജാവിനെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞു. ഈ രാത്രിയിൽ പടച്ച തമ്പുരാൻ നരകത്തിൽ നിന്ന് കോടാനക്കോടി അവന്റെ അടിയങ്ങളെ മോചിപ്പിക്കുമ്പോ ആ മിനന്നാറിൽ എൻ്റെ പേരൊന്ന് ചേർത്തി തരണേ നബിയേ. നമുക്ക് ജയവും പരാജയവും അതേ നിർണയിക്കപ്പെടുന്ന കേന്ദ്രം അത് റബ്ബിന്റെ ഹളറത്തുൽ ഖുദ്സാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ്. എന്നാൽ നമുക്ക് പരാജയം ഉണ്ടെങ്കിൽ ആ പരാജയത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യാൻ റബ്ബ് അധികാരം നൽകിയവരാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തങ്ങളെ പേരിൽ ഇന്നത്തെ രാത്രിയിൽ 10,000 സ്വലാത്തു ചൊല്ലാൻ, ശഖാവത്തുമായി സഅദത്ത് നേടാൻ ഞങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകണേ